വിദേശ കോച്ചുകളെ തെരുവുനായ ആക്രമിച്ചതിൽ നടപടി. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് സമീപം സ്പെഷ്യൽ ഡ്രൈവ് നടത്തി പ്രദേശത്തെ നായകളെ പിടികൂടി മാറ്റി. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനെത്തിയ കോച്ചുകൾക്കാണ് ഇന്നലെ നായകളുടെ കടിയേറ്റത്. ആദിൽ പാലോട് ആ നായകളുടെ ആക്രമണമുണ്ടായ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ആദിൽ പാലോട്, ഗുഡ് ഈവനിംഗ്. നാട്ടിലുള്ളവരെ കടിച്ചാൽ പോരാ, വിദേശത്തുനിന്ന് വന്നവരെയും കടിച്ചേ വിടൂ എന്ന തീരുമാനത്തിലാണോ നമ്മുടെ രാജ്യത്തെ തെരുവുനായകളൊക്കെ? ഇപ്പോഴെന്തായി? ഉറപ്പായും സുജയ, ഒന്നോർക്കുമ്പോൾ എന്തൊരു നാണക്കേടാണ് എന്ന് തോന്നിപ്പോകും. കാരണം ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദിക്കരികിലാണ് ഞാനുള്ളത്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയമാണ്. അത്രയും സുരക്ഷ വേണ്ട ഒരു സ്ഥലമാണ്. ലോകത്ത് ആദ്യമായാണ് ഇങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ വേദിയാകുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകത. കഴിഞ്ഞ ദിവസം 2 കോച്ചുകളെ, വിദേശ കോച്ചുകളെ തെരുവുനായകൾ കടിച്ചു എന്നുള്ളതാണ് വളരെ നാണക്കേടുണ്ടാക്കുന്ന വാർത്തയായി പുറത്തു വന്നത്. കെനിയയുടെ കോച്ച് ഡെന്നിസ് വാൻസോ, ജപ്പാന്റെ അസിസ്റ്റന്റ് കോച്ച് മിക്കോ ഉക്കുമത്സു എന്നിവർക്കാണ് കടിയേറ്റത്. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണ്. പക്ഷേ ഇത് നൽകുന്ന സന്ദേശം വളരെ മോശമാണ് എന്നുള്ളതാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസ് വരുന്നു. 2036 ഒളിമ്പിക്സിൽ സാധ്യതകൾ, നമ്മൾ ആതിഥേയത്വം വഹിക്കാനുള്ള സാധ്യതകൾ തേടുന്നു. അതിനിടെയാണ് നായക്കടി ഒരു പ്രശ്നമായി മാറുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ അടിയന്തര നടപടികളിലേക്ക് കടന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ നായകളെ പിടികൂടുന്നു. 4 നായകളെ പിടികൂടുന്ന റാപ്പിഡ് റെസ്പോൺസ് ടീമിനെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വാഹനങ്ങളൊക്കെ പോകുന്നു, താരങ്ങൾ പോകുന്നു. ഈ 2 കോച്ചുകളെയും കടിക്കുന്നത് ഇതിനുള്ളിൽ അത്ലറ്റുകളുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതിനിടെയാണെന്ന് പറയുമ്പോഴാണ് അതിൻ്റെ പ്രശ്നം എത്ര ഗുരുതരമാണ് എന്നതിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സെപ്റ്റംബർ 22 മുതൽ 25 നായകളെ ഇവിടെ നിന്ന് പിടികൂടി എന്നുള്ളതാണ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ തന്നെ കണക്ക്. ഏതായാലും 4 ടീമുകളെ ഇനിയൊരു പ്രശ്നം വരാതിരിക്കാനായി പല മേഖലകളിൽ, ഇതൊരു ഗേറ്റാണ്, പ്രധാനപ്പെട്ട ഒരു ഗേറ്റാണ്, ഇതുപോലെയുള്ള പല ഗേറ്റുകളിലായി നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കർശനമായ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എന്നാലും വലിയ നാണക്കേടായി പോയി. വിദേശത്തു നിന്ന് 2 കോച്ചുകൾക്ക് അത്ലറ്റുകളുമായി സംസാരിക്കുമ്പോൾ ഇതിനുള്ളിൽ വെച്ച് കടിയേറ്റു എന്നുള്ളതാണ് റിപ്പോർട്ട്. ഏതായാലും അടിയന്തര നടപടിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. 2 കോച്ചുകളുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതും ആശ്വാസകരമാണ്. സുജയ, ഓക്കെ, തത്സമയ വിവരങ്ങളാണ് ആദിൽ പാലോട് നൽകിയത്. എന്നാലും എന്തൊരു നാണക്കേടാണ്, നമ്മുടെ നാട്ടിലേക്ക് വന്ന കോച്ചുമാരെ ഓടിച്ചിട്ട് കടിച്ചു. പിന്നെ നായയ്ക്ക് എന്ത് കോച്ച്, നായയ്ക്ക് എന്ത് നാട്ടുകാർ എന്ന് വിചാരിക്കാം. കാരണം തെരുവുനായല്ലേ, അത് ആരെ കണ്ടാലും പിടിച്ചിട്ട് കടിക്കുകയാണ്. അത് കേരളത്തിലാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ആ വാർത്തയെ നൽകാനുണ്ടായിരുന്നുള്ളൂ. ഇത് ഇപ്പോൾ ദില്ലിയിലും തുടങ്ങിയിട്ടുണ്ട്.